നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന വേദിയിൽ മെട്രോമാൻ ഇ ശ്രീധരന് ഇടമില്ല. വേദിയിൽ പ്രധാനമന്ത്രി അടക്കം 7 പേർക്ക് മാത്രമാണ് ഇടമുണ്ടാവുക. KMRL നൽകിയ പട്ടികയിൽ പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും തന്നെ ഒഴിവാക്കിയെന്ന വാർത്തയിൽ പരിഭവമില്ലെന്നും ഇ ശ്രീധരൻ പ്രതികരിച്ചു. മെട്രോ ഉദ്ഘാടന ചടങ്ങിൽ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഗവർണർ പി സദാശിവം, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു, മന്ത്രി തോമസ് ചാണ്ടി, മേയർ സൗമിനി ജെയിൻ, KV തോമസ് MP എന്നിവരാണ് ഉണ്ടാവുക. വേദിയിൽ ഇ ശ്രീധരൻ ഉണ്ടാകില്ല. എന്നാൽ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഒഴിവാക്കപ്പെട്ടതിൽ പരിഭവമില്ലെന്നും ഇ ശ്രീധരൻ പ്രതികരിച്ചു. ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനല്ലേ ഞാൻ പോണത്. അതിനു വേണ്ടിയല്ലേ പോണത്. ഞാനിപ്പോ കൊച്ചിക്ക് അതിന് വേണ്ടിയാ പോണത്. എന്താ ആര് പറഞ്ഞു നിങ്ങളോടെല്ലാം? അതൊക്കെ അവിടെ പോയിട്ട് ഞങ്ങൾ തീർച്ചയാക്കും. ഞങ്ങൾ അങ്ങോട്ട് പോകും. ഞാൻ അതിന് വേണ്ടിയല്ലേ പോണത്. ഇ ശ്രീധരൻ, KMRL MD ഏലിയാസ് ജോർജ്, ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, PT തോമസ് MLA, അർബൻ ഡെവലപ്മെന്റ് സെക്രട്ടറി എന്നിവർ കൂടി ഉൾപ്പെട്ട 13 പേരുടെ പട്ടികയാണ് KMRL തയ്യാറാക്കി നൽകിയിരുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പക്ഷേ ഇതിൽ ഉൾപ്പെട്ടിരുന്നില്ല. SPG സുരക്ഷാ ചർച്ചകൾക്ക് ശേഷം ഇവരെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒഴിവാക്കുകയായിരുന്നു. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം PT തോമസ്, KV തോമസ്, അൻവർ സാദത്ത്, ഹൈബി ഈഡൻ, P രാജീവ്, MT രമേശ്, ഇബ്രാഹിം കുഞ്ഞ് തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം PT തോമസ്, ഇ ശ്രീധരനില്ല, ഏലിയാസ് ജോർജ് ഇല്ല, താങ്കളില്ല, പ്രതിപക്ഷ നേതാവില്ല, ഉമ്മൻചാണ്ടിയില്ല. ആ നിലയിലാണ് മെട്രോയുടെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. പ്രാഥമിക പ്രതികരണം. മെട്രോ എന്നത് കൊച്ചിയുടെ മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുവായ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ആ പദ്ധതിയുടെ ഉദ്ഘാടനം വർണ്ണാഭമായി കൊണ്ടാടേണ്ട ഒന്നാണ്. അതിൻ്റെ അകത്ത് ഒരു കല്ലുകടി ഉണ്ടാക്കുന്ന ഒരു നടപടി ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ലതല്ല. പ്രത്യേകിച്ച് അതിനുവേണ്ടി വളരെയേറെ കഷ്ടപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയാലും, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായാലും, അതുപോലെ തന്നെ എൻ്റെ മുഖ്യശില്പിയായ ഇ ശ്രീധരനായാലും മറ്റ് ജനപ്രതിനിധികളായാലും അവരെയൊക്കെ മാറ്റി നിർത്തുന്നത് തീർച്ചയായിട്ടും നല്ലതല്ല. ഈ ഉദ്ഘാടനം നടക്കുന്ന ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം തൃക്കാക്കര നിയോജകമണ്ഡലത്തിൽ, എൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ടതാണ്. ലോക്കൽ MLA പങ്കെടുപ്പിക്കേണ്ടെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ തീരുമാനിക്കുന്നതെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. അതോടൊപ്പം തന്നെ ആലുവ മുതൽ പാലാരിവട്ടം വരെയാണ് ഈ ട്രെയിൻ ഓടുന്നത്. ഈ പാലാരിവട്ടം സ്റ്റേഷൻ എന്ന് പറയുന്നത് തൃക്കാക്കര നിയോജകമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. തീർച്ചയായും ഈ കാര്യങ്ങളിലൊക്കെ കുറേ കൂടി വിശാലമായി ആലോചിക്കേണ്ടതാണ്. ഏതായാലും MPയോ MLAയോ അല്ലെങ്കിൽ ഇ ശ്രീധരനൊന്നും പ്രധാനമന്ത്രിയുടെ ദേഹസുരക്ഷയ്ക്ക് ഒരു ഭീഷണിയാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ സ്ഥലം MLA, അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ടോ? അല്ല, അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവണമല്ലോ, അതുപോലെ തന്നെ ഇ ശ്രീധരൻ ഉണ്ടാവണമല്ലോ, അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉണ്ടാവണമല്ലോ. അതൊക്കെ കേരള ഗവൺമെൻറ് കൊടുത്ത ലിസ്റ്റ് ഉണ്ടോ എന്ന് തന്നെ നിശ്ചയമില്ല. ഒരുപക്ഷെ ഉണ്ടാവാം. ഏതായാലും ഇതിൻ്റെ തുടക്കം മുതൽ ഈ നടപടി വളരെ തെറ്റായാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ കന്നി യാത്ര തന്നെ ഇപ്പോഴത്തെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സമാനമായ ഒന്നാണ്. മുഖ്യമന്ത്രി അന്ന് ചെയ്യേണ്ടിയിരുന്നത് MPയെയും MLAമാരെയും മേയറെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഒക്കെ അറിയിച്ച് മുഖ്യമന്ത്രി ഒരു യാത്ര നടത്തേണ്ടതിന് പകരം മുഖ്യമന്ത്രി നടത്തിയത് പാർട്ടി സെക്രട്ടറിയെ കൂട്ടി ഒരു യാത്രയാണ് നടത്തിയത്. അതുതന്നെ ശരിയായ ഒരു നടപടി ആയിരുന്നില്ല. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇത് അധികാരത്തിലിരിക്കുന്ന ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഒരാളെ മാറ്റി നിർത്തിയാൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആളുകളെ തല്ലിക്കൊല്ലാനോ അല്ലെങ്കിൽ ബലമായിട്ട് പിടിച്ചു നിർത്താനോ ഒന്നും കഴിയില്ല. പക്ഷേ PT തോമസ്, പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ ഗവർണർ, മുഖ്യമന്ത്രി, വകുപ്പ് മന്ത്രി, മേയർ, സ്ഥലം MP എന്നിവരെയാണ് ഉൾപ്പെടുത്തേണ്ടത്. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ സ്റ്റേജിൽ ആളെ കുത്തി നിറയ്ക്കാൻ കഴിയുമോ? സ്റ്റേജ് താഴെ വീഴുന്ന നിലയിൽ അല്ല, ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണല്ലോ പ്രോഗ്രാം നടക്കുന്നത്. ഇൻ്റർനാഷണൽ സ്റ്റേഡിയം സ്റ്റേജിൻ്റെ പരിമിതി കൊണ്ടോ വീതി നീളം കൊണ്ടോ ഒരു പരിമിതി ഉണ്ടോ അല്ലെ ചെറുതാണെന്ന് പറയാൻ പറ്റുകയില്ല. പിന്നെ ഈ പറയുന്നവരാരും പ്രധാനമന്ത്രിയുടെ ദേഹസുരക്ഷയ്ക്കോ സെക്യൂരിറ്റിക്കോ ഒരു ഭീഷണിയുള്ളവരുമല്ല.
അപ്പോൾ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ അറിയാത്ത അപരിചിതരായ ആരെങ്കിലും ആ സ്റ്റേജിൽ കയറിയിരിക്കാൻ തുടങ്ങുവാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ പ്രശ്നമാണ്. അതല്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളൊക്കെ എങ്ങനെയാണ് ഒരു ദയവായി തുടരുക ശ്രീ പി ടി തോമസ്. എം ടി രമേശ് ബി ജെ പി നേതാവ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. മെട്രോ റെയിലിൻ്റെ ശിലാസ്ഥാപന ചടങ്ങിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ 12 പേരാണ് പങ്കെടുത്തത്. അന്ന് എല്ലാ ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്താൻ, പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടുത്താൻ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സൗമനസ്യം കാണിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ശ്രീ എം ടി രമേശ് ബി ജെ പിക്ക് ആ ഒരു ഹൃദയവിശാലത ഇല്ലാതെ പോകുന്നത്? ഇത് ബി ജെ പിയുടെ തീരുമാനമല്ലല്ലോ നികേഷ്. ബി ജെ പിക്ക് ഹൃദയവിശാലത പ്രശ്നം ഞങ്ങൾക്ക് എല്ലാവരും പങ്കെടുക്കുന്ന അഭിപ്രായമാണ്. കേരള സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ട 12 പേരെ സ്റ്റേജിൽ ഇരുത്തണം എന്ന അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് പ്രധാനമന്ത്രിയുടെ പരിപാടി, ഏത് ഗവൺമെന്റ് പ്രോഗ്രാം ആയാലും പൊളിറ്റിക്കൽ പ്രോഗ്രാം ആയാലും, പ്രധാനമന്ത്രിയുടെ സുരക്ഷയെ ബന്ധപ്പെട്ടുകൊണ്ട് SPGക്കാർ വെക്കുന്ന ഒരുപാട് നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാം പങ്കെടുക്കണമെങ്കിൽ പോലും അതിന്റെ നിബന്ധനകളുണ്ട് നടത്തണമെങ്കിലും. അപ്പൊ അതിൽ ചെയ്യേണ്ടത്, ഇതിപ്പോ ഇവര് 12 പേരുടെ ലിസ്റ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയത് 7 പേരുടെ അനുവദിച്ചു വന്നു. ഒന്നുകൂടി സംസ്ഥാന ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ ബാക്കി കുറച്ച് പേര് കൂടി അനുവദിക്കുമെന്ന് തന്നെയാണ്. സാധാരണ MLA പ്രോട്ടോകോൾ അനുസരിച്ച് സ്ഥലം MLA പ്രൈം മിനിസ്റ്റർ പ്രോഗ്രാമിൽ പ്രോട്ടോകോൾ വേണമെന്നില്ല. പക്ഷെ അതൊരു മര്യാദ എന്നുള്ളത് സ്ഥലം MLA പെടുത്തേണ്ടതാണ്. കാരണം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമാണല്ലോ, പങ്കെടുപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കേരളത്തിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം എന്നുള്ളത് പ്രതിപക്ഷ നേതാവിനെ പങ്കെടുപ്പിക്കുന്നത് പ്രോട്ടോകോൾ പ്രകാരം ആവശ്യമില്ല. പക്ഷേ ഇതൊരു കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ ഒരു പ്രോഗ്രാം എന്നുള്ളത് പ്രതിപക്ഷ നേതാവിനെ പങ്കെടുപ്പിക്കുന്നത് നല്ലതാണ് അഭിപ്രായമാണ് ബി ജെ പിക്കുള്ളത്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് പ്രൈം മിനിസ്റ്റർ ഓഫീസുമായിട്ട് ഒന്നുകൂടി കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ദയവായി തുടരുക ശ്രീ എം ടി രമേശ്. ശ്രീ ഹൈബി ഈഡൻ, എല്ലാവർക്കും സ്റ്റേജിൽ അല്ലെങ്കിൽ മുമ്പിൽ നിൽക്കണം എന്നുള്ള ഒരു തോന്നലാണോ, അതോ ഇതിനകത്തുകൂടി വേറെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ സന്ദേശം നിങ്ങളോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ശ്രീ ഇബ്രാഹിം കുഞ്ഞ്, ആ നിലയിലൊരു രാഷ്ട്രീയ സന്ദേശം നൽകുന്നത്, ഞങ്ങളാണിത് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഞങ്ങളാണ് കൊണ്ടുവന്നതെന്ന അവകാശവാദം ഞങ്ങൾക്കുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേജിൽ തന്നെ ഇരിക്കണം എന്ന ഒരു വികാരമാണോ ഇത്രയധികം തള്ളലിന്? അല്ലെങ്കിൽ രാവിലെ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ സാധാരണ അസ്വാഭാവികമായ വിധത്തിലാണ് UDFന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതൊരു അവകാശവാദത്തിന്റെ പ്രശ്നമല്ല. ഒരു സ്വന്തം ഒരു കുഞ്ഞുണ്ടായി, ഒരു മകളുണ്ടായി, അത് 10-18 വർഷം വളർത്തി, ആ കുഞ്ഞിനെ വിവാഹം ചെയ്ത് അയക്കുമ്പോൾ, ആ മോളെ വിവാഹം ചെയ്ത് അയക്കുമ്പോൾ ആ പന്തലിൽ അച്ഛൻ ഇരിക്കണം എന്നൊരാഗ്രഹം തോന്നിയാലേ അത് കുറ്റപ്പെടുത്താൻ സാധിക്കുമോ? യഥാർത്ഥത്തിൽ ഇത് ഒരു ശരിയായ രീതിയല്ല. ഇത് ഞങ്ങളുടെ കുഞ്ഞാണ്, VS അച്യുതാനന്ദനാണ് ഈ കുഞ്ഞിന്റെ ശരിയായ അച്ഛൻ എന്നാണ്. ശരിയായ അച്ഛനെ കൊണ്ടുവരണം. ഞാനത് ഈ കാര്യത്തിൽ വളരെ ഓപ്പൺ മൈൻഡഡ് ആണ്. കാരണം ആലുവ മുതല് എന്റെ മണ്ഡലം 5-5.5 കിലോമീറ്റർ കടന്നു വരുന്നുണ്ട് കളമശ്ശേരി. 4 സ്റ്റേഷനുകൾ എന്റെ മണ്ഡലത്തിലാണ്. ഇപ്പൊ PT തോമസ് പറഞ്ഞു അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് ഇത് നടക്കുന്നത്. അദ്ദേഹത്തെ പോലും ക്ഷണിച്ചിട്ടില്ല, ഈ സ്ഥലം MPയെ ക്ഷണിച്ചിട്ടില്ല. അതിനൊക്കെ പുറമെ ഇനി അങ്ങനെ ഒരു പ്രോട്ടോകോളിന്റെ പ്രശ്നം വന്നാൽ കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇനി സ്റ്റേജിൽ ഇരിക്കാതെ താഴെ ഇരിക്കാനുള്ള സൗമനസ്യമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ നേരത്തെ എത്ര റൈഡ് നടന്നു. ഈ റൈഡിലൊക്കെ വാസ്തവത്തിൽ എന്തുകൊണ്ട് അവിടുത്തെ ജനപ്രതിനിധികളെ MPയെ MLAമാരെ മേയറ് ജില്ലാ പഞ്ചായത്ത്, അതായത് ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ്, ഇതൊരു പൊതു ട്രെൻഡാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ഒരു റൈഡിന് പോയപ്പോൾ പോലും ജനപ്രതിനിധികളെ, അതാണ് നേരത്തെ ശ്രീ PT തോമസ് പറഞ്ഞത്. ഇപ്പോൾ പ്രധാനമന്ത്രി വരുമ്പോഴും ഇത് തന്നെ സ്ഥിതി. ആ നിലയിൽ ഇതൊരു പൊതു ട്രെൻഡാണ്, അതിനെയാണ് നിങ്ങൾ വിമർശിക്കുന്നത്? അല്ല, ഇതൊരു കേവലം വിമർശനമല്ല, ഇത് ജനങ്ങളുടെ മനസ്സുകളിൽ ഇതുണ്ട്. ആരെങ്കിലും ഒഴിവാക്കി നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയം ജനങ്ങളിലുണ്ട്. ഇതിപ്പോ ഞങ്ങൾക്കിപ്പോ അവിടെ ആ സ്റ്റേജിൽ കയറി നമ്മളെല്ലാവരും എത്രയോ പ്രധാനമന്ത്രിമാരുടെയും പ്രസിഡന്റുമാരുടെയും വേദികൾ പങ്കിട്ടിട്ടുള്ള ആളുകളാണ്. എത്ര വർഷം, ഞാൻ 2 പ്രാവശ്യം മന്ത്രിയായിട്ടുള്ള ആളാണ്, 4 പ്രാവശ്യം MLA ആയിട്ടുണ്ട്. എത്രയോ പ്രധാനമന്ത്രിമാരും
പ്രസിഡന്റുമാരുമായിട്ട് വേദി പങ്കിട്ടിട്ടുണ്ട്. അത് കൊതിയുടെ ആഗ്രഹത്തിന്റെ ഒരു പ്രശ്നമല്ല, അതൊരു മര്യാദയുടെ പ്രശ്നമാണ്. അതേപോലെ തന്നെ ഒരു പദ്ധതി, ഒരു പ്രൊജക്ട് നടപ്പിലാക്കുമ്പോൾ ആ പ്രൊജക്ട് ഏരിയയിലുള്ള ജനപ്രതിനിധികളെ അതുമായി സഹകരിപ്പിക്കുന്ന രീതി, അതാണ് ഇപ്പൊ ഇന്ത്യ രാജ്യത്തും കേരളത്തിലും ഒക്കെ ഇതേവരെ ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റമാണ് ഈ കാണുന്നത്. തുടരുക ദയവായി. ശ്രീ പി ടി തോമസ്, KMRL 13 പേരുടെ പട്ടികയാണ് നൽകിയത്. SPG അത് 7 ആക്കി ചുരുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ അത് 4 ആയിരുന്നു. പിന്നെ 3 പേരെ കൂടി കൂട്ടിച്ചേർത്തു, സ്ഥലം MP അടക്കം മേയർ അടക്കമുള്ളവരെ. ഇതൊക്കെ തന്നെയും സുരക്ഷാ കാരണങ്ങളാണ് പറയുന്നത്. പ്രധാനമന്ത്രിയുടെ സുരക്ഷ നമ്മളെ എല്ലാം സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ വന്ന് എന്തെങ്കിലും സംഭവിച്ചു പോകാതിരിക്കുക എന്നുള്ളതാണ്. 4000 പേർക്ക് വിശാലമായി ഇരിക്കാവുന്ന സദസ്സ് അതിനകത്തുണ്ട്. അതിൽ മുൻനിരയിൽ നിങ്ങളൊക്കെ അണിനിരക്കുക, നല്ല മനോഹരമായി ചടങ്ങ് കാണുക എന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അല്ല, ഇപ്പം ഇപ്പോഴത്തെ ആധുനിക സാങ്കേതികവിദ്യയുടെ കാലത്ത് സ്റ്റേജിലില്ലെങ്കിൽ കൊച്ചിയിൽ തന്നെ ആൾക്കൂട്ടത്തിൽ തന്നെ വേണമെന്നില്ലല്ലോ. തിരുവനന്തപുരത്തിരുന്നാലും ഡൽഹിയിലിരുന്നാലും ഒക്കെ ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടത്തിൽ ഇതെല്ലാം അതുപോലെ കാണാമല്ലോ. ഒരു ആൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ലല്ലോ, ആ വ്യക്തി നടത്തിയ സേവനത്തിനുള്ളൊരു അംഗീകാരമാണല്ലോ പ്രശ്നം. അല്ലാതെ എവിടെ ഇരുന്നാലും എന്താ കുഴപ്പം? അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ല. ഉമ്മൻചാണ്ടി കൊച്ചി മെട്രോയിൽ താല്പര്യമെടുത്ത വ്യക്തിയാണ്. ശ്രീധരൻ ഒഴിവാക്കാനാവാത്ത ആൾ, മെട്രോമാൻ എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിന് വേണ്ടി റിട്ടയർ ചെയ്തിട്ട് പോലും സേവനം നൽകുകയുണ്ടായി. അതിനുവേണ്ടി പ്രിൻസിപ്പൽ അഡ്വൈസർ എന്ന പദവി DMRCയിലെടുത്തു. പക്ഷേ ഇത് രണ്ടും വൈകാരികമാണ്. ഔദ്യോഗിക പദവി ഇല്ലാത്തതിനാൽ ആ സദസ്സിൻ്റെ മുൻനിരയിൽ ഇരിക്കുന്നതായിരിക്കില്ലേ അവരെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യം, അതല്ലേ അന്തസ്സ്? ഇത് UDFൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ഇത് AK ആന്റണി ഗവൺമെൻറ് കാലത്ത് ക്യാബിനറ്റ് തീരുമാനിച്ചതാണ്. അന്ന് ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാർ ആയിരുന്നു. അന്ന് കൊച്ചിയിൽ നിന്നുള്ള മന്ത്രിയായിരുന്ന KV തോമസ് ഇതിന് വലിയ താല്പര്യമെടുത്തു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, എറണാകുളം ടൗൺ ഹാളിൽ ശ്രീധരനെ കൊണ്ടുവന്ന് തന്നെ അന്നൊരു ഇതിൻ്റെ ഒരു എന്തായിരിക്കാം മെട്രോ എന്ന് പറയുന്ന ഒരു പ്രദർശനം തന്നെ ശ്രീധരനെ കൊണ്ട് നടത്തിച്ചിരുന്നു. അതിനുശേഷം 5 വർഷക്കാലം ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്ത് കാര്യമായി യാതൊരു നീക്കവും നടന്നില്ല. പിന്നീട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നപ്പോൾ വളരെ വേഗത്തിലായി. ആര്യാടൻ മുഹമ്മദ് ഇതിന് പ്രത്യേക താല്പര്യമെടുത്തു. അതിനെ തുടർന്ന് ഈ കാര്യങ്ങൾ മുന്നോട്ട് നന്നായി പോയി. സമയബന്ധിതമായി എന്ന രീതിയിൽ തന്നെ ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. കൊച്ചിക്കാരുടെ മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ ആളുകളുടെയും വലിയൊരു സ്വപ്ന പദ്ധതി തന്നെയാണിത്. അതിനെ ഒരു പക്ഷപാതപരമായോ അല്ലെങ്കിൽ കുറേ ആളുകളെ മാറ്റി നിർത്തിയോ അതിലൊരു കല്ലുകടി ഉണ്ടാക്കേണ്ട കാര്യമില്ല. പിന്നെ BJP ഗവൺമെൻറ് എല്ലാ നടപടികളും ഇത്തരം പല കാര്യങ്ങളും ഇത്തരം ആളുകളെ വിഘടിപ്പിക്കുകയും വേർതിരിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് എന്നതിൻ്റെ പേരിലാണോ എന്നും നമുക്ക് സംശയിക്കേണ്ടതുണ്ട്. MT രമേശ്, അങ്ങനെ ഒരു ഡിസൈൻ, അങ്ങനെ ഒരു ഉദ്ദേശം BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 13 പേരുടെ പേര് കൊടുത്തു, 7 പേരെ അംഗീകരിച്ചു. ഗവൺമെന്റ് സാധാരണ ഏത് പട്ടിക കൊടുക്കുമ്പോഴും കൊടുക്കുന്ന പട്ടിക അങ്ങനത്തെ SPG അനുവദിക്കുന്ന പ്രശ്നമുണ്ടാകാറില്ല. അപ്പൊ രണ്ടാമത് അതിന്റെ കമ്മ്യൂണിക്കേഷൻ നടത്തണം, ആവശ്യമുള്ള ആൾക്കാരെ കൂടി പെടുത്തണം എന്ന് പറഞ്ഞാൽ പെടുത്താവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ അന്വേഷിച്ചത്. എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, സംസ്ഥാന ഗവൺമെന്റ് ഇതിനെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ ഓഫീസുമായും SPGയുടെ ചീഫുമായും ഒരു കമ്മ്യൂണിക്കേഷൻ കൂടെ നടത്തിയാൽ ഇവർക്ക് ആവശ്യമുള്ള ആൾക്കാരെ കൂടി ഇരുത്താൻ സാധിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസത്തിൽ. വേറെ ഒരു കാര്യവുമില്ല. ഇതിലെന്ത് രാഷ്ട്രീയമാവുള്ളത്? എല്ലാവരും ഇരിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആരെങ്കിലും ഒഴിവാക്കണം എന്ന അഭിപ്രായം BJPക്ക് എതിരല്ല. ഇരിക്കേണ്ട ആളുകൾ എല്ലാവരും ഇരിക്കുക തന്നെ വേണം. അതിപ്പോ നേരത്തെ PT തോമസ് ഇവിടെ പറഞ്ഞ കാര്യം ശരിയാണ്. ഇവിടെ ഇരിക്കുന്ന വലിപ്പം ചെറുപ്പത്തിന്റെ പ്രശ്നമല്ല. ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ആ സ്റ്റേജിൽ ഇരിക്കണമെന്ന് അതിന്റെ സംഘാടകന്മാർ നിശ്ചയിച്ചിട്ട് ആളുകൾ അത് എന്നിട്ട് പ്രോട്ടോകോൾ വിരുദ്ധമുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കിയിട്ട് ഇരിക്കാൻ എല്ലാവരും ഇരിക്കണം. ഇതിലാകെ പ്രോട്ടോകോളിന് വെളിയിൽ വരുന്ന ഒരാൾ ശ്രീധരൻ മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം എല്ലാ പ്രോട്ടോകോളിനും അതീതനാണ്. നമുക്കറിയാം, അദ്ദേഹം ഒരു ഈ മെട്രോ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നില്ല പ്രൈം മിനിസ്റ്റർ ഓഫീസ് ശ്രീധരനെ മാറ്റി നിർത്തുന്നത്. ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ അത് SPGയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാങ്കേതിക പ്രശ്നമാണ്. ആ സാങ്കേതിക പ്രശ്നം സംസ്ഥാന ഗവൺമെന്റ് പരിഹരിക്കാൻ കഴിയും. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഈ കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ തടയിൽ ആരെങ്കിലും ഒഴിവാക്കണമെന്ന് എനിക്കറിയില്ല. നോർമൽ കേസിൽ ഇവിടുന്ന് ഗവൺമെന്റ് ഇത്രയും ആളുകളെ ഇരുത്തണമെന്ന് SPGയോട് ഒന്നുകൂടി ആവശ്യപ്പെട്ടാൽ അവരെ ഇരുത്തുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. PT തോമസ്,
അങ്ങനെ ശ്രീ എം ടി രമേശ് പറയുന്നു കുറേ കൂടി വിശാലമായി ചിന്തിക്കുകയാണ് എങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശമില്ല, ഇതൊക്കെ തന്നെ SPG തീരുമാനിക്കുന്നതാണ്. ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുന്നു, 3 പേരെ ആഡ് ചെയ്തിരിക്കുന്നു. ഇനി വേണമെങ്കിൽ 3 പേരെ കൂടിയോ അല്ലെങ്കിൽ 4 പേരെ കൂടിയോ കൂട്ടിച്ചേർക്കാവുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് ഡൈനാമിക്കാണ് ആ സിസ്റ്റം. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു ഡിസൈനാണ് എന്ന് താങ്കൾ കരുതാൻ കാരണം? അല്ല, ആദ്യഘട്ടത്തിൽ KV തോമസ് ഉണ്ടായിരുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ചിലപ്പം മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത പുറത്തുവിട്ടതിനെ തുടർന്നായിരിക്കാം ലോക്കൽ MBA പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ ഇനി ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല, എനിക്കത് നിശ്ചയമില്ല. കോൺഗ്രസിനെ ഒഴിവാക്കുക എന്നതല്ല. ഉദാഹരണത്തിന് ആ വേദിയിൽ ഉമ്മൻചാണ്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും പോകുന്നു ഉമ്മൻചാണ്ടിക്കാണ് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും അറിയാം. പ്രധാനമന്ത്രി നേരിട്ട് ആ കാര്യം അറിയത്തില്ലെങ്കിലും പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങൾ വിലയിരുത്തുന്നവർക്കും അറിയാം. ആ ശോഭ കെടുത്തണമെന്നവർ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ശ്രീ അൻവർ സാദത്ത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അൻവർ സാദത്തിനൊരു അനുഭവം ഉണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നപ്പോൾ അൻവർ സാദത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് തുടങ്ങിയ യാത്രയിൽ അൻവർ സാദത്ത് ഉണ്ടായിരുന്നു. അൻവർ സാദത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നല്ല, എനിക്ക് തോന്നുന്നത് ഏതാണ്ട് പാലാരിവട്ടത്തു നിന്നാണ് തോന്നുന്നു യാത്ര തുടങ്ങിയത്. പക്ഷേ അവിടുത്തെ സോളാർ ഉദ്ഘാടനത്തിന് അൻവർ സാദത്തിനെ വിളിച്ചില്ല എന്ന് മുഖ്യമന്ത്രി അവിടെ കൃത്യമായ നിലപാടെടുത്തു പോവുകയല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്നതാണ് എന്ന് മനസ്സിലാക്കി നമുക്ക് ഈ ചടങ്ങ് ഗംഭീരമാക്കി നടത്തി അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്? അന്ന് മുഖ്യമന്ത്രി വളരെ നല്ല ഒരു നിലപാടാണ് അന്ന് എടുത്തത് അദ്ദേഹം. കാരണം വേറൊന്നുമല്ല, എന്നെ അതിൽ ക്ഷണിച്ചില്ല, സോളാറിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചില്ല എന്നറിഞ്ഞ് ഞാൻ അദ്ദേഹത്തിനടുത്ത് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ നല്ലൊരു നിലപാടെടുത്ത് അതിൽ നിന്ന് പിന്മാറുകയും അതിനൊക്കെ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ സ്വാഗതവും ചെയ്തു. ഇപ്പോഴുള്ള വിഷയം അതല്ല. ഇപ്പോഴുള്ള വിഷയം വീണ്ടും ഇത് വിവാദമായിക്കൊണ്ടിരിക്കണം. മെട്രോൻ്റെ ഓരോ സംഭവങ്ങളും ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല, ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ക്ഷണിച്ചിട്ടില്ല. ഇതുകൂടാതെ തന്നെ ഈ ശ്രീധരൻ, നമുക്കറിയാം മെട്രോൻ്റെ എല്ലാമായി എന്ന് നമ്മളൊക്കെ അദ്ദേഹം ഇത് ഏറ്റെടുക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിച്ചു, കേരളത്തിലെ ജനത ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം അത് ഏറ്റെടുക്കുകയും അതിനൊക്കെ പൂർണ്ണമായി നിന്നൊരാളാണ്. അപ്പോൾ ചില സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെയും ഒഴിവാക്കിയത് ശരിയായില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും 2 ഗവൺമെൻറ്റുകളുടെയും വലിയ വീഴ്ചയായിട്ടാണ് ഈ ജനപ്രതികളെയും അതുപോലെ തന്നെ ഈ ശ്രീധരനെ ഉൾപ്പെടെയുള്ള ആളുകളെ മാറ്റിയതിൽ ഞങ്ങളൊക്കെ നോക്കിക്കാണുന്നത്. ശ്രീ അൻവർ സാദത്ത്, ഈ വിവാദം മാത്രമായി മെട്രോയ്ക്കുണ്ടാകുമ്പോൾ ഇതിനപ്പുറത്താണ് കാര്യങ്ങളെന്ന് താങ്കൾക്കറിയാമല്ലോ. ഏതാണ്ട് 8,000 കോടി രൂപയുടെ നിക്ഷേപമാണ് മെട്രോയുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇനി അത് വാട്ടർ മെട്രോ അടക്കമുള്ള ഇതിൻ്റെ മറ്റ് ഉപോൽപ്പന്നങ്ങളെന്ന് പറയാവുന്ന കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുകയാണ്. നമുക്ക് ഏതാണ്ട് തൃപ്പൂണിത്തുറ വരെ, നെടുമ്പാശ്ശേരി മുതൽ തൃപ്പൂണിത്തുറ വരെ പോവുകയാണ് എങ്കിൽ തന്നെ ഇത് വയബിളായ ഒരു പ്രൊജക്റ്റ് ആകുമോ എന്നൊന്നും നമുക്ക് വ്യക്തതയില്ല. പക്ഷെ ആക്കുന്നതിന് വേണ്ടിയുള്ള കടുത്ത ശ്രമങ്ങളാണ് KMRലും DMRCയും നടത്തുന്നത്. ജനപ്രതിനിധികളായ നിങ്ങളും അതിൻ്റെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. അതിനപ്പുറത്തേക്ക് സമീപകാലത്ത് ഇതിൽ വെറും വിവാദങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. മാധ്യമങ്ങൾക്ക് ഇനി അതിൽ പങ്കുണ്ടെങ്കിൽ അത് ഏറ്റോളാം. പക്ഷേ ഇത് വെറും വിവാദങ്ങൾ മാത്രമായി പോകുന്നുണ്ടോ? ഇത് വിവാദം ഉണ്ടാക്കുന്നത് ഈ ശ്രദ്ധയോടുകൂടി ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് വിവാദം ഉണ്ടാക്കുന്നത്. അതല്ലാതെ ഞങ്ങൾ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകരോ വെറുതെ ഉണ്ടാക്കുന്ന വിവാദമല്ല. ഉദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ള വീഴ്ച ആണ് ഇപ്പോൾ അന്ന് ആ മെട്രോൻ്റെ സോളാറിൻ്റെ ഉദ്ഘാടനം ഉണ്ടായപ്പോൾ വിവാദമുണ്ടായത്. ഇപ്പോൾ ഉണ്ടായ വിവാദവും ഈ പറഞ്ഞതിലുള്ള വേണ്ട രീതിയിൽ ഉൾപ്പെടുത്തേണ്ട ആൾക്കാരെ ഉൾപ്പെടുത്താതിരിക്കുമ്പോഴുള്ള വിവാദം ഉണ്ടാകുന്നത്. പിന്നെ ഇതിൻ്റെ വാട്ടർ മെട്രോ ആയാലും ഇനി തുടർച്ചയുള്ള വികസനത്തിനൊക്കെ ഞങ്ങളുടെയൊക്കെ പൂർണ്ണമായ സപ്പോർട്ടുണ്ട്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് ഇപ്പം നികേഷ് അത് സൂചിപ്പിച്ചതുപോലെ തന്നെ അത് കൊച്ചി വരെയും അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയും അതുപോലെ നെടുമ്പാശ്ശേരി എയർപോർട്ട് വരെയും അത് പൂർത്തീകരിച്ചാൽ അത് നല്ല രീതിയിൽ വൈബിളായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ.
അപ്പോൾ അതിനൊക്കെ ഞങ്ങളുടെ എല്ലാം പൂർണ്ണമായ പിന്തുണയുണ്ട്. പിന്നെ വിവാദങ്ങൾ ഞങ്ങൾ ആരും വിളിച്ചു വരുത്തുന്നതല്ല, അത് ഭരണ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അക്കാര്യത്തിൽ വീഴ്ച പറ്റി എന്നുള്ളത് കൊണ്ടാണല്ലോ മുഖ്യമന്ത്രി സോളാറിന്റെ ഉദ്ഘാടനം താങ്കൾ ഇല്ലാതെ നിർവഹിക്കാതെ മടങ്ങിപ്പോയത്. കെ വി തോമസ്, എറണാകുളം MP നമ്മോടൊപ്പം. ശ്രീ കെ വി തോമസ്, ആദ്യം 4 പേരായിരുന്നു, പ്രധാനമന്ത്രി, വെങ്കയ്യ നായിഡു, ഗവർണർ, മുഖ്യമന്ത്രി. പിന്നീട് തോമസ് ചാണ്ടിയെയും ട്രാൻസ്പോർട്ട് മന്ത്രി എന്നുള്ള നിലയിൽ തോമസ് ചാണ്ടിയെയും മേയർ എന്നുള്ള നിലയിൽ സൗമിനി ജെയിനെയും MP എന്നുള്ള നിലയിൽ താങ്കളെയും കൂട്ടിച്ചേർത്തു. അത് മതിയോ? നേരത്തെ ശിലാസ്ഥാപന ചടങ്ങിൽ മൻമോഹൻ സിംഗ് അടക്കം 12 പേർ, അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദനെയും ക്ഷണിച്ചിരുന്നു. പക്ഷേ VS അച്യുതാനന്ദൻ ചടങ്ങിൽ പങ്കെടുത്തില്ല. പക്ഷേ അങ്ങനെ 12 പേർ ചടങ്ങിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ വ്യത്യസ്തമായി 7ലേക്ക് ചുരുങ്ങുന്നു. അങ്ങനെ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ എല്ലാവരെയും വിളിക്കണമെന്നുണ്ടോ, അതോ കാര്യമാത്ര പ്രസക്തമായ ആളുകളെ വിളിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം ശരിയായ വിധത്തിലുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കി ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണോ നല്ലത്? എറണാകുളത്ത് നടന്നിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്ര സംസ്ഥാന പദ്ധതികളിലും അംഗീകരിക്കപ്പെട്ട് ഉള്ള ഒരു സംവിധാനമുണ്ട്. നെടുമ്പാശ്ശേരി എയർപോർട്ട് ഉദ്ഘാടനം ചെയ്ത സന്ദർഭത്തിൽ അന്ന് മുഖ്യമന്ത്രി അല്ലെങ്കിലും കെ കരുണാകരനെ വിളിക്കുകയുണ്ടായി. അതുപോലെ തന്നെ വല്ലാർപാടം അന്തർദേശീയ കണ്ടെയ്നർ ടെർമിനൽ ഉദ്ഘാടന സന്ദർഭത്തിൽ അന്ന് പ്രധാനമന്ത്രിയുണ്ട്. അന്ന് പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവിനെ വിളിക്കുകയുണ്ടായി. ഈ മെട്രോയുടെ പ്രവർത്തന ഉദ്ഘാടനം നടത്തിയ സന്ദർഭത്തിൽ മൻമോഹൻ സിംഗ് ആണ് അന്നത്തെ പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ പ്രത്യേകം ക്ഷണിച്ചിരുന്നു. അപ്പം നമ്മൾ തുടരുന്നൊരു കൺവെൻഷൻസ് അത് സ്വാഭാവികമായും ഈ ഉദ്ഘാടന ചടങ്ങിലും, പ്രത്യേകിച്ച് വളരെ ആകാംക്ഷയോടെ എല്ലാവരും കാത്തു നിൽക്കുന്ന ഉദ്ഘാടന ചടങ്ങാണ്. മാത്രമല്ല ഞങ്ങളെല്ലാം ഇതിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ, ഇപ്പോൾ 2001 ഈ ഒരു ആശയം വരുന്നത് ആൻ്റണി ഗവൺമെൻറ് കാലഘട്ടത്തിൽ. പിന്നീട് ഉമ്മൻചാണ്ടിയാണ് അത് 2005 ഇത് ഏറ്റെടുത്തത്. അതിനുശേഷം VS അച്യുതാനന്ദൻ വന്നു. വീണ്ടും ഉമ്മൻചാണ്ടി വന്നപ്പോഴാണ് ഇത് KMRL വരികയും അത് DMRCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയി. മറ്റൊന്ന് ഈ ശ്രീധരൻ്റെ സംഭാവന, അത് നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. ശ്രീധരൻ വേണമെന്ന് ഞങ്ങളൊക്കെ ആദ്യ കാലഘട്ടം മുതൽ തന്നെ നിർബന്ധിച്ചിരുന്നു. ഇങ്ങനെ ഒരു വരുമ്പോൾ എല്ലാവരും പ്രസംഗിക്കണമെന്നില്ല, പക്ഷേ പ്രസൻസ് അത് പറയാറുണ്ട്, ഇത് ഓണറബിൾ പ്രസൻസ്. അപ്പോൾ ഇതൊന്നുമില്ലാതെ 4 പേര് മാത്രം, പ്രധാനമന്ത്രി, ഗവർണർ, വെങ്കയ്യ നായിഡു, മുഖ്യമന്ത്രി. അതൊരു നല്ല ഏർപ്പാടല്ല. നമുക്ക് വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് വരികയും പോവുകയും ചെയ്യും. പക്ഷേ ഇത് വികസിപ്പിക്കുമ്പോൾ, അതിൻ്റെ പ്രധാനപ്പെട്ട പരിപാടികൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട ബാധ്യത കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സംസ്ഥാന ഗവൺമെൻറ് കുറേ കൂടി വിശാലമായ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയാണ് ഡൽഹിക്ക് അയച്ചത്. പക്ഷേ ആ ലിസ്റ്റിൽ ഒത്തിരി വെട്ടിക്കുറവുകൾ വന്നിട്ടുണ്ട്. അത് ഇനിയും എങ്കിലും പരിഹരിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന. കാരണം പ്രധാനമായും പ്രതിപക്ഷ നേതാവ് അദ്ദേഹം വരേണ്ടതാണ്. മുൻ മുഖ്യമന്ത്രി എന്ന ഉമ്മൻചാണ്ടിയുടെ സംഭാവന വളരെ വലുതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വിസ്മരിച്ച് കളയുന്നത്. ഈ പ്രധാനപ്പെട്ട ഈ ഉദ്ഘാടന ചടങ്ങിൽ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ജനമനസ്സുകളിൽ ഇവരുടെ സംഭാവന ഒരിക്കലും വിസ്മരിച്ച് പോവില്ല. ഹൈബി ഈഡൻ, എറണാകുളം MLA. ശ്രീ ഹൈബി ഈഡൻ, ഈ ശ്രീധരനെ ആദരിക്കുക എന്നുള്ളത് മലയാളിയുടെ കടമയാണ്. ഈ ശ്രീധരന് ഉദ്ഘാടന ചടങ്ങിൽ വേദിയിൽ സ്ഥാനമില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, അദ്ദേഹത്തെ ഉൾപ്പെടുത്തുക എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു പരമ്പരാഗത രീതിയാണ്. ഉമ്മൻചാണ്ടിക്ക് മെട്രോയുടെ നടത്തിപ്പിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുള്ള പങ്കാളിത്തം, സ്ഥലം MLA PT തോമസ്, ഇങ്ങനെ നിരവധി കാര്യങ്ങളിൽ ഒരു വീഴ്ച സംഭവിച്ചു എന്ന തോന്നൽ പൊതുവേ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ചീഫ് സെക്രട്ടറി പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കത്ത് നൽകിയിരിക്കുന്നത്. ഇതൊക്കെ തന്നെയും സ്വാഭാവികമായി പ്രധാനമന്ത്രിയുടെ പരിപാടി ഉണ്ടാകുമ്പോൾ സംഭവിക്കാവുന്ന ചില കാര്യങ്ങളാണ്. കാരണം SPG ആണ് ഈ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുക. എല്ലാ പ്രധാനമന്ത്രിയുടെ ചടങ്ങിലും സ്ഥലം MLA ഒന്നും വിളിക്കാറില്ല. ഇങ്ങനെയുള്ള വൈകാരികമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ശ്രീധരനോടാണെങ്കിലും ഉമ്മൻചാണ്ടിയോടുള്ള വൈകാരികമായിട്ടുള്ള ഈ പദ്ധതിയുമായിട്ടുള്ള അടുപ്പമൊന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിന് നോക്കേണ്ടതില്ല.
പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയും എന്ന് വിചാരിക്കുന്ന പൊതുസമൂഹത്തിന്, നേരത്തെ ശ്രീ കെ വി തോമസ് തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ പൊതുസമൂഹത്തിന് ഇതേക്കുറിച്ചൊക്കെ ബോധ്യമുണ്ടാവില്ലേ? പിന്നെ എന്തിനാണ് ഈ ഒച്ചപ്പാടും ബഹളവും? കേരളത്തിന്റെ വികസന സംസ്കാരത്തിന്, കേരളത്തിന്റെ തൊഴിൽ സംസ്കാരത്തിന് ഒരു പുതിയ മാതൃക സൃഷ്ടിച്ച ഒരു പദ്ധതിയാണ് കൊച്ചി മെട്രോ റെയിൽ. അതുകൊണ്ടാണ് ഒരു കൗണ്ട് ഡൗൺ വെച്ച് കൊച്ചി മെട്രോ റെയിലിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കുകയും കൊച്ചിക്കാരെ സംബന്ധിച്ച് ഒരുപാട് ത്യാഗം അനുഭവിച്ച ഒരു പദ്ധതിയാണ്. അവർക്ക് കഴിഞ്ഞ 4 വർഷം സഞ്ചാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും പലപ്പോഴും തടസ്സപ്പെട്ടതും അതിന് എല്ലാം അവര് ഉൾക്കൊണ്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതുപോലുള്ളൊരു അൺപ്ലാൻഡ് ആയിട്ടുള്ള വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റിയിൽ മെട്രോ വന്നപ്പോ അതിനെ അവരെ അംഗീകരിക്കാനും 2 കൈ നീട്ടി സ്വീകരിക്കാനുമുള്ള കാരണം ഡോക്ടർ ഇ ശ്രീധരന്റെ ഫേസ് ആണ്. ഡോക്ടർ ഇ ശ്രീധരൻ DMRCയിൽ നിന്ന് റിട്ടയർ ചെയ്ത് അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ഓഫറുകൾ ഉണ്ടായി. പക്ഷെ DMRC ഇത് ഏറ്റെടുക്കണമെന്നും അതുപോലെ തന്നെ ഡോക്ടർ ഇ ശ്രീധരനിന്റെ മുഖ്യ കാർമ്മികനായി വരണമെന്നും ആവശ്യപ്പെട്ടത് പൊതുസമൂഹമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ ഉമ്മൻചാണ്ടി രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി ഇടപെട്ടപ്പോൾ എല്ലാവരും അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞു ഈ ശ്രീധരൻ എങ്ങനെ വരാൻ സാധിക്കും, ഒരുപാട് DMRC വരില്ല. പക്ഷെ അന്നെല്ലാം വളരെ ശാന്ത സ്വരത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞു ഡോക്ടർ ഇ ശ്രീധരൻ മുൻനിരയിലുണ്ടാകും. അദ്ദേഹം പുതിയ ഒരു റോൾ ഏറ്റെടുത്ത് അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ ഒരു പദ്ധതിക്കായി മുന്നോട്ട് വന്നു. അതുകൊണ്ട് തന്നെ വൈകാരികമായി തന്നെ പറയുന്നു ഡോക്ടർ ഇ ശ്രീധരനെ അതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. പിന്നെ കേരളത്തിന്റെ ജനാധിപത്യ രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന് തുല്യമായ പങ്കാളിത്തം കൊടുക്കേണ്ട ഒരു രീതിയുണ്ട്. പിന്നെ ഇതിന്റെ എല്ലാം ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. കാരണം ഘടകകക്ഷികളുടെ മുഴുവൻ മന്ത്രിമാരുടെ പേര് ഉൾപ്പെടുത്തി അതിന്റെ താഴെ ഇത്തരം ആളുകളുടെ പേര് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് 2 തലത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, ഉദ്ഘാടനം പോലെ തന്നെ സമാന്തരമായ ഒരു ഉദ്ഘാടനത്തോട് ഒപ്പം തന്നെ പ്രാധാന്യമുള്ള മുഖ്യമന്ത്രി പങ്കെടുത്ത ആദ്യത്തെ മെട്രോ റൈഡ്, ആ മെട്രോ റൈഡിൽ അവിടുത്തെ ജനപ്രതിനിധികൾ അദ്ദേഹത്തിന് സുരക്ഷാ ഭീഷണി ഞങ്ങളിൽ നിന്ന് നേരിടേണ്ട കാര്യമില്ലല്ലോ, അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. വളരെ ബോധപൂർവമാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴും പ്രധാനപ്പെട്ട ആളുകളെ ഇതിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ ഉള്ള ഒരു ശ്രമം പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നത് അത്യന്തം ദൗർഭാഗ്യകരമാണ്. കേരളത്തിന്റെ മുന്നോട്ടുള്ള വികസനത്തിന് വലിയ പദ്ധതികൾ, മെട്രോ പോലെ ഇനി ഗ്യാസ് പൈപ്പ് ലൈനിന്റെ ഗെയിലിന്റെ പദ്ധതി നടപ്പാക്കാൻ പോകുന്നു, ലൈറ്റ് മെട്രോകൾ വരുന്നു. ഇവിടെ എല്ലാം ഒരു കക്ഷി മാത്രമല്ല, കേരളത്തിന്റെ പൊതുസമൂഹം മുഴുവൻ, പ്രതിപക്ഷം ഇത് ഉൾക്കൊള്ളണമെങ്കിൽ അത്തരത്തിലുള്ള വിശാലമായ കാഴ്ചപ്പാട് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതുണ്ട്. ശ്രീ MT രമേശ്, ഇ ശ്രീധരനെ നമുക്കെടുക്കാം. ഇ ശ്രീധരൻ വ്യക്തിപരമായി ഈ പദ്ധതിയിൽ പ്രത്യേക താല്പര്യം കാണിച്ചിരുന്നു. ഇപ്പോൾ ശ്രീ ഹൈബി ഈഡൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അല്ല പൂർണ്ണമായിട്ടും. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് DMRCക്ക് ഇത് കൊടുക്കാതിരിക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു. അപ്പോൾ ഈ ശ്രീധരനോടുള്ള നമ്മുടെ കാന്തികമായിട്ടുള്ള ആകർഷണമാണ് DMRCയേക്കാൾ ഉപരി അതിനോടുള്ളൊരു ആകർഷണമാണ് യഥാർത്ഥത്തിൽ DMRC തന്നെ ഈ പദ്ധതി നടപ്പിലാക്കണം എന്ന് മലയാളികൾ ശഠിക്കാൻ കാരണം. ആ സമ്മർദ്ദമാണ് ഉമ്മൻചാണ്ടിയെ കൊണ്ട് DMRCയിലേക്ക് തന്നെ ഇത് തിരികെ, ടോം ജോസിൻ്റെ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു നമുക്ക് ബഹുമാനമുള്ള ആദരവുള്ള ഒരു വ്യക്തി ഈ പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം പൂർത്തിയാവുകയാണ് ചെയ്തത്. ആ ആളെ നമ്മൾ ആദരിക്കണ്ടേ? നേരത്തെ ശ്രീ ഹൈബി ചൂണ്ടിക്കാണിച്ചതുപോലെ നമുക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള പദ്ധതികൾ, വലിയ പദ്ധതികൾ ഇനിയും നടപ്പിലാക്കാനുണ്ട്. ഇത്തരം വ്യക്തികളെ നമുക്ക് ഇങ്ങോട്ടേക്ക്, പ്രസ്ഥാനങ്ങളെ നമുക്ക് ഇങ്ങോട്ടേക്ക് ആകർഷിക്കേണ്ടതുണ്ട്. അതിന് ഇതൊരു മെസ്സേജായി പോകുമെങ്കിൽ അത് തെറ്റായ മെസ്സേജ് ആവില്ലേ? നികേഷ് ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. ഹൈബി ഈഡനും KV തോമസ് മാഷും സംസാരിക്കുന്നത് ഞാനിങ്ങനെ ഓർക്കായിരുന്നു. ഈ ശ്രീധരൻ എങ്ങനെയാണ് മെട്രോയുടെ തലപ്പത്ത് വന്നത്? ഉമ്മൻചാണ്ടിയുടെ അതിവൈകാരികത കൊണ്ടൊന്നുമില്ല. 1 മാസമാണ് ഈ ശ്രീധരൻ വേണോ വേണ്ടി എന്ന് ചർച്ച നടത്തിയത്. അത് മറന്നൊന്നും പോയിട്ടില്ല. അത് ഭൂതകാലത്ത്, വല്ലാത്ത ഭൂതകാലത്തൊന്നല്ല. ഈ ശ്രീധരൻ വരാതിരിക്കാൻ വേണ്ടി കാര്യമായ ശ്രമം അന്ന് നടന്നിരുന്നു. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹവും മാധ്യമ പ്രവർത്തകരും എല്ലാവരും അത് ഏറ്റുപിടിച്ചപ്പോ നിർഭാഗ്യമില്ലാത്തൊരു ഘട്ടത്തിലാണ് ഈ ശ്രീധരനെ കൊണ്ടുവന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വല്ലാത്ത ഈ ശ്രീധരനെ കുറിച്ചുള്ള അതിവൈകാരികതൊന്നും കോൺഗ്രസ് നേതാക്കന്മാർ പറയേണ്ട, ഉമ്മൻചാണ്ടി തീരെയും പറയേണ്ട. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് ഈ ലിസ്റ്റ് തയ്യാറാക്കിയത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇവിടുന്ന് അയച്ചപ്പോ പ്രൈം മിനിസ്റ്റർ പ്രോഗ്രാം തയ്യാറാക്കിയത് നിങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് SPG ആണ്. SPG ആകെ നോക്കുന്നതാണ്. SPG ആകെ നോക്കും ബൈ പ്രോട്ടോകോൾ. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും ഒഫീഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ്, ഇത് മാത്രമാണ്.
പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിലും പ്രോട്ടോകോൾ അനുസരിച്ച് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യമില്ല. അവിടുത്തെ എല്ലാ ജനപ്രതിനിധിയും ആവശ്യമില്ല. ഔദ്യോഗികമായി ചുമതലയില്ലാത്ത ഒരാളും സാധാരണ പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാം പങ്കെടുക്കാറില്ല. ഇതാണ് പ്രോട്ടോകോൾ. SPGക്ക് പ്രോട്ടോകോൾ മാത്രമേ നോക്കേണ്ടതുള്ളൂ. പക്ഷേ ഇവിടെ പ്രോട്ടോകോൾ അപ്പുറത്ത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ചില ആളുകളുടെ ഇൻവോൾവ്മെന്റ് പ്രധാനമാണ്. ഈ ശ്രീധരന്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ശ്രീധരൻ ആ വേദിയിൽ ഉണ്ടാകണമെന്നാണ് കേരളത്തിലെ എല്ലാവരും, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആഗ്രഹികളാണ്. അത് ഈ ശ്രീധരൻ ഈ പദ്ധതിയുമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ബന്ധത്തിന്റെ ഭാഗമാണ്. ഇനി മുൻ മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് ഉമ്മൻചാണ്ടിയെ പങ്കെടുപ്പിക്കണം, ആർക്കും തർക്കമൊന്നും കാര്യത്തില്ല. ബൈ പ്രോട്ടോകോൾ അനുസരിച്ച് ഉമ്മൻചാണ്ടിയുടെ ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചില വൈകാരികമായിട്ടുള്ള ബന്ധങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ അവര് സമ്മതിക്കുള്ളൂ. കാരണം അവർക്ക് ഇത് അന്വേഷിക്കേണ്ട കാര്യമില്ല, അവർക്ക് ഇത് അറിയില്ല. SPGയുടെ ഇതനുസരിച്ച് പ്രോട്ടോകോൾ അനുസരിച്ച് ലിസ്റ്റ് തയ്യാറാക്കുന്ന ആൾക്കാർക്ക് ഈ പദ്ധതിയുമായിട്ട് വൈകാരിക ബന്ധമുള്ള ആൾക്കാർക്ക് അറിയാൻ അറിയോ? അവർ ഓൺലി പ്രോട്ടോകോൾ മാത്രമേ നോക്കുകയുള്ളൂ. പ്രോട്ടോകോളിനപ്പുറത്ത് ഒരു പ്രോഗ്രാമിന്റെ വൈകാരികതയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അഡീഷണൽ ആയിട്ട് ഉൾക്കൊള്ളിക്കണമെങ്കിൽ അത് പ്രൈം മിനിസ്റ്റർ ഓഫീസിനെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ പ്രൈം മിനിസ്റ്റർ ഓഫീസിനെ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബോധ്യപ്പെടുത്തിയാൽ ഇത് അംഗീകരിച്ച് കിട്ടും എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ പറയാൻ ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു തർക്കം പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശ്രീ ഹൈബി ഈഡൻ, ആ നിലയിൽ ഒരു എല്ലാത്തിനും അതീതമായി വികസനത്തെ കാണാനുള്ള കഴിവ് രാഷ്ട്രീയക്കാർക്കും മാധ്യമങ്ങൾക്കും നഷ്ടപ്പെട്ടോ? ഹൈബി, ശ്രീ അൻവർ സാദത്ത്, താങ്കൾക്ക് പറയാം. വികസനത്തിന് അതീതമായി അങ്ങനെ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. തീർച്ചയായിട്ടും നമുക്ക് നാടിൻ്റെ വികസനം വരുമ്പോൾ അതിൽ രാഷ്ട്രീയം വേണ്ട എന്നുള്ള നിലപാടാണ് ഞങ്ങൾ പൊതുവെ UDFക്കാർ ഏത് കാലഘട്ടത്തിലും എടുത്തിരിക്കുന്നത്. അതേ സമീപനമാണ് നാടിൻ്റെ എല്ലാ വികസനം വരുമ്പോൾ രാഷ്ട്രീയത്തിലപ്പുറം ഒരു വികസനം നമുക്ക് കാണാം. രാഷ്ട്രീയ നിലപാടുകളും കാഴ്ചപ്പാടുകളൊക്കെ നമുക്ക് പല രീതിയിലുണ്ടാവും. പക്ഷേ നാടിൻ്റെ വികസനം വരുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായതുകൊണ്ട് ആ വികസനത്തിന് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇപ്പോഴുണ്ടാകുന്ന ഈ വിവാദങ്ങളൊക്കെ ഇവിടെ രണ്ടു കൂട്ടർ, ഇപ്പോൾ BJPയുടെ നേതാക്കന്മാർ പറയുന്നു അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ വേണ്ട രീതിയിൽ അവർ അറിയിച്ചില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയിച്ചില്ല എന്ന് പറയുന്നു. ഈ കേരള ഗവൺമെൻറ് പറയുന്നു അവിടെ നിന്ന് അതിനുള്ള അനുമതി കിട്ടിയില്ല എന്ന് പറയുന്നു. ഇത് രണ്ടുപേരും തമ്മിൽ കളിക്കുന്ന ഒരു പൊറാട്ട് നാടകമാണോ എന്നാണ് ഞങ്ങളിപ്പോൾ സംശയിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, രണ്ടു കൂട്ട് പരസ്പരം അങ്ങോട്ടും പഴി ചാരിക്കൊണ്ട് ബോധ്യപ്പെടുത്തിയില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് പെർമിഷൻ നൽകിയില്ല എന്നുള്ള കുറേ അഭിപ്രായങ്ങൾ പറയുന്നു. പക്ഷേ ഇതിലൊക്കെ അപ്പുറം ഇവർ രണ്ടു കൂട്ടരുടെയും മുഖ്യ ശത്രു കോൺഗ്രസ് ആണ്. ഞാൻ രാഷ്ട്രീയപരമായി പറയുമ്പോൾ അങ്ങനെ പറയുള്ളൂ. കാരണം ആ ശത്രുത വെച്ചുകൊണ്ട് രണ്ടു കൂട്ടരും ഞങ്ങളെ ഒഴിവാക്കുന്നു. ഇവിടെ PT തോമസ് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറായാലും പ്രതിപക്ഷ നേതാവായാലും ഒക്കെ പങ്കെടുക്കുമ്പോൾ അതിൽ തീർച്ചയായിട്ടും ഇവരുടെ ആ ഒരു ശോഭ കെട്ടുപോകുമോ എന്നുള്ള ഭയവും ഇവരെ മാറ്റി നിർത്തിയതിലൊരു കാരണമുണ്ട്. അതുപോലെ തന്നെ ഈ ശ്രീധരൻ അദ്ദേഹത്തെ ഒഴിവാക്കിയത് കേരള ജനത, കാരണം പ്രോട്ടോക്കോളിനൊക്കെ അപ്പുറം അദ്ദേഹത്തെ കേരള ജനത ആഗ്രഹിക്കുന്നു. അത് ഗവൺമെൻറ് വരെ ബോധ്യപ്പെടുത്താമായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് അറിയാവുന്ന കാര്യമാണ് ശ്രീധരൻ്റെ ഇതിനകത്തുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യവും അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല താനും. അപ്പം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വെറുതെ അനാവശ്യമായ വിവാദത്തിലേക്ക് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഇതിനെ വലിച്ചഴിച്ചതാണ്. ഞങ്ങൾ UDFക്കാർ എന്നും ഈ പദ്ധതിയെ അനുകൂലിച്ചിട്ടുള്ളൂ. ഇത് ഞങ്ങളുടേതായ ഒരു പദ്ധതിയാണ്. അതിൽ ഈ വിവാദം വന്നതിൽ ഞങ്ങൾക്കൊക്കെ വളരെ പ്രയാസമുണ്ട്. ശരി, ശ്രീ അൻവർ സാദത്ത്, ഞാൻ മടങ്ങിയെത്താം. ശ്രീ KV തോമസ്, താങ്കളിലേക്ക് തന്നെ വരികയാണ്. നമുക്കറിയാം, കൊച്ചി എന്ന് പറയുന്നത് വെറും നഗരത്തിൽ മാത്രം ഓടിയാൽ കൊച്ചി മെട്രോ ലാഭത്തിലാകില്ല. അതിന് സമീപത്തെ ദ്വീപുകളെ കൂടി വാട്ടർ മെട്രോ എന്ന പദ്ധതിയിലൂടെ കണക്ട് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി KFWവിൻ്റെ ഫണ്ടിങ് ഇതിനകം തന്നെ ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഗ്യാസ് പദ്ധതികളായാലും മറ്റ് വികസന പദ്ധതികളായാലും എല്ലാം തന്നെയും കൊച്ചിയെ കേന്ദ്രീകരിച്ചാണ് ഉണ്ടാകേണ്ടത്. നമ്മൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോയതല്ല. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ആദ്യമായി കൂടിക്കണ്ടപ്പോൾ തന്നെ ഇത്തരം വൻകിട പദ്ധതികളെക്കുറിച്ചാണ് സംസാരിച്ചത്. ആ വൻകിട പദ്ധതികൾ വേഗത്തിലാക്കേണ്ടത് ഇവിടുത്തെ ജനപ്രതിനിധികളുടെ എല്ലാം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഭരിക്കുന്നത് മാർക്സിസ്റ്റുകാരാണ്, കേന്ദ്രം ഭരിക്കുന്നത് BJPക്കാരാണ്, കോൺഗ്രസ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമാണ്. അപ്പോൾ വലിയ
പ്രതിപക്ഷ ഭരണപക്ഷ സഹകരണം, ജനാധിപത്യപരമായിട്ടുള്ള നീക്കുപോക്കുകൾ, ഇത് ആവശ്യം. അവിടെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പകച്ചു പോകുന്നുണ്ടോ, എന്തെങ്കിലും കണ്ട് പരിഭ്രമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പിഴച്ചു പോകുന്നുണ്ടോ? ഈ കൊച്ചിൻ മെട്രോ എന്ന് പറയുന്നത് കൊച്ചിൻ കോർപ്പറേഷൻ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രോജക്റ്റ് അല്ല. ഇത് ഗ്രേറ്റർ കൊച്ചിനാണ്. അങ്കമാലി മുതൽ ചേർത്തല വരെയും മൂവാറ്റുപുഴയൊക്കെ ഉള്ള ആ വലിയ പ്രദേശത്തിൻ്റെ സമഗ്രമായ വികസനത്തിൽ ഏറ്റവും വലിയ സംഭാവനയാണ് ഈ മെട്രോ, കൊച്ചിൻ മെട്രോയുടെ വിഭാവന ചെയ്തിട്ടുള്ളത്. അതിൽ റോഡ് സർവീസുകളുണ്ട്, ട്രാൻസ്പോർട്ട് സർവീസുകളുണ്ട്, റെയിൽ സർവീസുണ്ട്, വാട്ടർ യാത്ര ചെയ്യാൻ, ട്രെയിനിൽ യാത്ര ചെയ്യാൻ, മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്യാൻ, ബോട്ടിൽ യാത്ര ചെയ്യാൻ, ഇങ്ങനെയുള്ളൊരു സമഗ്രമായ ഒരു ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ആണ് ഈ കൊച്ചിൻ മെട്രോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു ചെറിയ ഭാഗം, ഒരു ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള ഭാഗം മാത്രമാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇതിന്റെ മറ്റൊരു ഭാഗം, ആദ്യത്തെ ഫേസ് തന്നെ തൃപ്പൂണിത്തുറയിൽ ചെന്നാണ് തീരേണ്ടത്. രണ്ടാമത്തെ ഫേസ് കാക്കനാടേക്കാണ് പോകുന്നത്. അതോടൊപ്പം വാട്ടർ മെട്രോയുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ മെട്രോ സർവീസ് ആരംഭിച്ചപ്പോൾ തന്നെ നമ്മുടെ റോഡ് സർവീസ്, ബസ് സർവീസൊക്കെ ഇതുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. ഇതൊരു സമഗ്രമായ പദ്ധതിയുടെ ഒരു ചെറിയ തുടക്കമാണ്, അഭിമാനകരമായ തുടക്കമാണ്. ആ തുടക്കത്തിൽ ഞങ്ങളൊക്കെ ആദ്യ കാലഘട്ടം മുതൽ 2001 ആന്റണി മന്ത്രിസഭയിൽ ഞാൻ അംഗമായിരുന്ന കാലഘട്ടത്തിലുള്ള ഒരു ആശയമാണ് ഇന്ന് ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതിന്റെ ആദ്യ കാലഘട്ടം പ്രവർത്തിക്കുന്നത് ഇത് ഏതെങ്കിലും പൊളിറ്റിക്കലായിട്ട് ഇത് കാണുന്നില്ല. ഇത് വന്ന് യാഥാർത്ഥ്യമാകുമ്പോൾ ചില സംഭവങ്ങൾ ഞങ്ങളെ ദുഃഖിപ്പിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ പരിപാടി കുറച്ചുകൂടി പ്ലാൻ ചെയ്ത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് കാണുന്ന ചില കാര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നു, ചില വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നു. ഏതായാലും കേരളത്തിന്റെ വികസന കാര്യത്തിൽ എക്കാലത്തും UDFും കോൺഗ്രസിന്റെ കരുണാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. നെടുമ്പാശ്ശേരി എയർപോർട്ടും ജവഹർലാൽ നെഹ്റു അന്തർദേശീയ സ്റ്റേഡിയം ഉൾപ്പെടെ ധാരാളം പ്രോജക്റ്റുകൾ സംഭാവന ചെയ്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പക്ഷേ മറ്റ് ഗവൺമെന്റുകൾ വരുന്നു, അവരോട് ഞങ്ങൾ സഹകരിക്കും. ശ്രീ MT രമേശ്, ഇതൊന്നും തന്നെയും നരേന്ദ്രമോദി സർക്കാരിൻ്റെ സംഭാവനയേ അല്ല. UPA സർക്കാർ, നമുക്കറിയാം 8 കേന്ദ്രമന്ത്രിമാർ UPA സർക്കാരിൻ്റെ കീഴിലുണ്ടായി, UPA സർക്കാരിൽ അംഗങ്ങളായിരുന്നു. അവരുടെയും അന്ന് ഭരിച്ചിരുന്ന UDF സർക്കാരിൻ്റെയും ഒക്കെ തന്നെയും ചടുലമായ ഇടപെടൽ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അത്രയും വലിയൊരു സഹകരണം യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? പ്രത്യേകിച്ച് വലിയ വികസന പദ്ധതികളിൽ ഒരു യാഥാർത്ഥ്യമില്ല. 10 വർഷക്കാലത്തെ UPA ഗവൺമെന്റ് കാലത്ത് കേരളത്തിൽ വന്നിട്ടുള്ള കേന്ദ്ര നിക്ഷേപവും ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് വന്ന നിക്ഷേപവും മാത്രം നിങ്ങളൊന്ന് താരതമ്യം ചെയ്താൽ മതി. 10 വർഷത്തെ കേരളത്തിന് കിട്ടിയതിനേക്കാൾ 4 ഇരട്ടി കേന്ദ്ര ഫണ്ടാണ് ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് മാത്രം കേരളത്തിന് വന്നിട്ടുള്ളത്. അപ്പൊ കേരളത്തിന് ആവശ്യമായി ചോദിക്കുന്നതും കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഗവൺമെന്റ് ആണല്ലോ കേന്ദ്ര ഗവൺമെന്റ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ മെട്രോയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 ബഡ്ജറ്റിലും ആവശ്യത്തിൽ കൂടുതൽ പണം അനുവദിച്ചതാണ് കേന്ദ്ര ഗവൺമെന്റ്. കേന്ദ്ര ഗവൺമെന്റാണ് മെട്രോക്ക് ആവശ്യമായ പണം അനുവദിച്ചിട്ടുള്ളത്. കാരണം UPA ഗവൺമെന്റ് അവസാന കാലഘട്ടത്തിലാണ് ഇത് തറക്കല്ലിട്ടത്. ശേഷം വന്ന 3 വർഷവും കേന്ദ്ര ബജറ്റിൽ മെട്രോക്ക് ആവശ്യമായിട്ടുള്ള പണം അനുവദിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നൽകിയിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എത്ര വർഷമായി സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞു നടക്കുകയല്ലാതെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ UPA ഗവൺമെന്റ് കാലത്ത് സാധിച്ചില്ലല്ലോ. നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഇത് സാക്ഷാത്കരിക്കാൻ വേണ്ടി സാധിച്ചത്. മൂന്നാമത് കേരളത്തിന്റെ ദേശീയപാത വികസനം എത്ര കാലമായി നാം പറയുന്നു. ആ ദേശീയപാത വികസനം മുഖ്യമന്ത്രിക്ക് പോലും സമ്മതിക്കേണ്ടി വന്നല്ലോ. കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി കേരളത്തിലെ റോഡ് വികസനത്തിൽ എത്രമാത്രം താല്പര്യമുണ്ട് എന്ന കാര്യത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ പരസ്യമായി സംബന്ധിച്ചല്ലോ. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഇവർ ചോദിക്കുന്ന എന്ത് കൊടുക്കാൻ എക്കാലത്തും തയ്യാറായിട്ടുണ്ട്. ഈ കഴിഞ്ഞ 3 വർഷവും കേരളത്തിൽ വന്നിട്ടുള്ള കേന്ദ്ര നിക്ഷേപത്തിന്റെ സൂചനയാണ്. ഞങ്ങൾ ഒരിക്കലും വികസനത്തിൽ രാഷ്ട്രീയം കാണിക്കുന്ന ഒരു പാർട്ടിയല്ല. ഏത് പാർട്ടി സംസ്ഥാനം ഭരിച്ചാലും ആ നാടിന്റെ വികസനത്തിന് വേണ്ടി രാഷ്ട്രീയ അതീതമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാകണം എന്ന അഭിപ്രായം തന്നെയാണ് BJPക്കുള്ളത്. അത് ഞങ്ങൾ ഗവൺമെന്റ് വന്ന കാലത്ത്, മോഡി ഗവൺമെന്റ് അല്ല, ഗവൺമെന്റ് കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു. ശരി, P രാജീവ് മുൻ MP ടെലിഫോൺ ലൈനിൽ, എറണാകുളം ജില്ലാ സെക്രട്ടറി CPMന്റെ ശ്രീ P രാജീവ്, മെട്രോ മാൻ എന്നറിയപ്പെടുന്ന E ശ്രീധരനെ ഉദ്ഘാടന ചടങ്ങിൽ ഉൾപ്പെടുത്താത്തത് ഇതിൻ്റെ പ്രഭ കെടുത്തിയോ? ഒരു കാരണവശാലും അദ്ദേഹത്തെ ഒഴിവാക്കാൻ പാടുന്നതായിരുന്നില്ല. കാരണം നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്താൽ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് E ശ്രീധരൻ. അദ്ദേഹത്തിന്റെ സമർപ്പണവും നേതൃപാഠവും കൊച്ചി മെട്രോ സമയബന്ധിതമായും അഴിമതിരഹിതവുമായി പൂർത്തീകരിക്കുമ്പോൾ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഇല്ലാത്ത ഒരു ഉദ്ഘാടന വേദി സാധാരണഗതിയിൽ നമുക്ക്
എങ്ങനെ കഴിയുന്നത്? കേരളത്തിലെ ഗവൺമെന്റ് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ലിസ്റ്റാണ് PM ഓഫീസിലേക്ക് അയച്ചിരുന്നത്. എങ്ങനെ വന്നാലും PM ഓഫീസിൽ നിന്ന് ഈ ശ്രീധരൻ അദ്ദേഹത്തിന്റെ പേര് ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. വേണമെങ്കിൽ എണ്ണത്തിൽ കുറവ് വരുത്താനും നിർദ്ദേശങ്ങൾ വെക്കാനും എല്ലാം PM ഓഫീസ് സാധാരണ ചെയ്യാറുണ്ട്. ചിലപ്പോൾ പറഞ്ഞതിനേക്കാൾ ചില എണ്ണം കുറയ്ക്കണമെന്ന് പറയാറുണ്ട്. കഴിഞ്ഞ തവണയും 11 പേർ കഴിഞ്ഞ തറക്കല്ലിടുന്ന സന്ദർഭത്തിൽ ഉണ്ടായിരുന്നു. അപ്പോഴും ജനപ്രതിനിധികളായ പലരെയും ഒഴിവാക്കപ്പെട്ടിരുന്നു. എങ്കിലും ഈ ശ്രീധരനെ പോലൊരു വ്യക്തി ഏത് മാനദണ്ഡം വെച്ചാലും മെട്രോ ഉദ്ഘാടനത്തിന്റെ വേദിയിൽ ഉണ്ടാകേണ്ട ആള് തന്നെയാണ്. അപ്പൊ അത് വീണ്ടും സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ PMOയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുപോലൊരു പദ്ധതി ആകുമ്പോൾ സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യം കൂടി നന്നായിരിക്കും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ. അതുപോലെ സ്ഥലത്തെ MLAയും അവിടെ വേദിയിൽ തന്നെ ഇരിപ്പെടേണ്ട ഒരാളാണ്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ പ്രത്യേകിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പ്രധാനമന്ത്രിയുടെ പരിപാടികൾക്ക് സ്വാഭാവികമായും സ്വീകരിക്കുന്ന കീഴ്വഴക്കങ്ങളും മാനദണ്ഡങ്ങളും ഉണ്ട്. അപ്പോ അതെല്ലാം പരിഗണിച്ചുകൊണ്ടായാലും ഈ ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ മെട്രോയുടെ ഉദ്ഘാടന വേദിക്കകത്ത് തന്നെ ഉണ്ടാകണം. ഇപ്പോൾ കേരള സർക്കാർ അയച്ചിട്ടുള്ള കത്ത് പരിഗണിച്ചുകൊണ്ട് PM ഓഫീസ് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം എന്നാണ് എനിക്ക് ആവശ്യം. എന്തുകൊണ്ടാണ് തുടർച്ചയായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നത്? അൻവർ സാദത്ത് ഇപ്പോൾ നമ്മോടൊപ്പം തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ P. രാജീവ്, സോളാർ പ്രോജക്റ്റിന്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി ജില്ലാ സെക്രട്ടറിയായ താങ്കളെയാണ് ഒപ്പം കൊണ്ടുപോയത്. അപ്പോഴാണ് അൻവർ സാദത്ത് ഒരു പരാതി മുഖ്യമന്ത്രിയോട് ഉന്നയിച്ചത്. ടെലിഫോണിൽ അദ്ദേഹം വിളിച്ചു, മുഖ്യമന്ത്രിയെ പരാതി അറിയിച്ചു. അപ്പോൾ തന്നെ മുഖ്യമന്ത്രി അങ്ങനെ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ഞാൻ ഉണ്ടാകുന്നില്ല എന്ന് അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ PT തോമസ് പറയുകയായിരുന്നു, ഇത് മുഖ്യമന്ത്രി മെട്രോയിൽ യാത്ര ചെയ്തത് ഇന്ന മണ്ഡലങ്ങളിലൂടെയാണ്, ആ മണ്ഡലങ്ങളുടെ പ്രതിനിധിയെ ഒന്നും വിളിച്ചിട്ടില്ല എന്ന്. യഥാർത്ഥത്തിൽ ഇന്നുണ്ടായതിനേക്കാൾ ഗുരുതരമായ ആരോപണമല്ലേ അന്ന്, അല്ലെങ്കിൽ ആക്ഷേപമല്ലേ അന്ന് മുഖ്യമന്ത്രിയുടെ യാത്രയിൽ ഉണ്ടായത്? അതൊന്നും ഇതും തമ്മിലൊരു തരത്തിലും താരതമ്യം ചെയ്യാൻ പറ്റാത്തതാണ്. യഥാർത്ഥത്തിൽ അവിടുത്തെ ഉദ്ഘാടനം എന്നുള്ള ഒരു പരിപാടി മുഖ്യമന്ത്രി KMR അറിയിച്ചിരുന്നില്ല. മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നത് ആലുവയിൽ ഇറങ്ങുമ്പോൾ അവിടുത്തെ സ്വിച്ച് ഓൺ ചെയ്യേണ്ടതുണ്ട്, മറ്റു ചടങ്ങുകളൊന്നുമില്ല എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നത്. അവിടുത്തെ MLA മുഖ്യമന്ത്രിയെ വിളിച്ചു പറഞ്ഞ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം ആ പരിപാടി ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ തന്നെ മറ്റാളുകൾ വിളിക്കണമെന്നും KMRനോട് പറഞ്ഞിരുന്നു. KMR അക്കാര്യത്തിൽ ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു. പിന്നെ മുഖ്യമന്ത്രി മെട്രോ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആയിരുന്നത് കൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രി വരുന്നതിന് മുൻപ് സന്ദർശനം നടത്തേണ്ടതുണ്ട്, ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് എന്ന് KMR അധികൃതരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സന്ദർഭത്തിൽ യാത്ര നടത്തുകയും പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ടും ആ വകുപ്പിന്റെ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. മറ്റ് വിവാദങ്ങൾ ഒഴിവാക്കുന്ന സമീപനം തന്നെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. ജനപ്രതിനിധികളെ കൂട്ടുന്നതിനു പകരം താങ്കളെ കൂട്ടി എന്നുള്ളതാണ് അൻവർ സാദത്തിന്റെ ആക്ഷേപം. അൻവർ സാദത്തിന് അങ്ങനെ ആക്ഷേപം ഉന്നയിക്കാനുള്ള അവകാശങ്ങളുണ്ടല്ലോ. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയോടൊപ്പം ജില്ലയിലെ പരിപാടികൾക്കകത്ത് പോകുന്ന രീതി ഞങ്ങൾ സ്വീകരിക്കാറുണ്ട്. അതല്ലാതെ അതിനകത്ത് മറ്റ് വിവാദങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. അൻവർ സാദത്തിന്റെ പരാതി കേട്ട സന്ദർഭത്തിൽ തന്നെ അതിനുമേൽ നടപടി സ്വീകരിച്ചു. ഒരുപക്ഷെ നികേഷ് ഓർക്കുന്നുണ്ടോന്നറിയില്ല, മെട്രോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഒരു 10 വർഷത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് സൂക്ഷ്മമായി പലപ്പോഴും ഇടപെടാൻ ശ്രമിച്ചിരുന്ന ഒരു ജനപ്രതിനിധി എന്നതിൽ ശ്രമിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ തറക്കല്ലിടുന്ന വേദിയിൽ സ്വാഭാവികമായിട്ടും എറണാകുളം ജില്ല ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യസഭാ മെമ്പർ എന്ന നിലയിൽ തറക്കല്ലിടുന്ന സന്ദർഭത്തിൽ ന്യായമായിട്ടും രാജ്യസഭ ലോകസഭ എന്നാണ് നമ്മുടെ ഭരണഘടന എപ്പോഴും പറയുന്നത്. ഏത് വേദിക്കകത്ത് വേണമെന്നുള്ള സർക്കുലറുള്ള സന്ദർഭത്തിൽ പോലും ആ വേദിക്കകത്ത് അന്ന് ഞാൻ ക്ഷണിക്കപ്പെട്ടിരുന്നില്ല. പക്ഷെ ക്ഷണിക്കപ്പെടാത്തത് വിവാദമാക്കാനോ ചടങ്ങിൽ നിന്ന് മാറി നിൽക്കാനോ ഞാൻ ശ്രമിച്ചിരുന്നില്ല. ഞാൻ ആ സദസ്സിനകത്ത് പോയിരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ എറണാകുളത്തിന്റെ ഓപ്റ്റ് ചെയ്തിട്ടുള്ള ജില്ല ഓപ്റ്റ് ചെയ്ത ജനപ്രതിനിധി എന്ന നിലയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തണം എന്ന ഒരു ആവശ്യവും ആ സന്ദർഭത്തിൽ മുന്നോട്ട് വെച്ചില്ല. സാധാരണഗതിയിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ പരിഗണിക്കാതെ, ഒരു വിവാദവും ഉന്നയിക്കാതെ, മാധ്യമങ്ങളോട് പറയുക ഒന്നും ചെയ്യാതെ ആ ചടങ്ങിൽ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇപ്പോൾ അദ്ദേഹം പറയുന്ന പോലെയാണ് ഈ ആലുവ ആരംഭിക്കുന്ന സ്ഥലത്തെ അന്നത്തെ ലോക്സഭാ അംഗം KP ധനപാലനും അദ്ദേഹത്തിന് വേദിയിൽ ഇടം കിട്ടിയിരുന്നില്ല. അപ്പോ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഈ ചരിത്രത്തിലുണ്ട്. നമ്മളതൊന്നും വിവാദങ്ങളാക്കാതെ പോവുക എന്നതാണ് ചെയ്യേണ്ടത്. അതിനു പകരം വളരെ അബദ്ധമായി ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്ന ശീലം ആർക്കും ഭാവിക്ക് നല്ലതല്ല എന്ന് മാത്രം എനിക്ക് സൂചിപ്പിക്കാം. അന്ന് കേന്ദ്രമന്ത്രിമാരുടെ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം. അന്ന് എനിക്ക് തോന്നുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ, KV തോമസ് അടക്കമുള്ള എല്ലാ കേന്ദ്രമന്ത്രിമാരും, KV തോമസ് തീർച്ചയായിട്ടും സ്ഥലം MP എന്നുള്ള നിലയിൽ. വിശദാംശത്തിലേക്ക് പോകുന്നില്ല. ശ്രീ അൻവർ സാദത്ത്, അക്കാര്യത്തിലുള്ള ഒരു വിശദീകരണം താങ്കൾ കേട്ട് കാണുമല്ലോ, എന്താണ് മറുപടി? ആലുവയിൽ വന്ന് സോളാർ പദ്ധതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന രാവിലെ പത്രത്തിൽ അറിഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിച്ചത്. അവിടെ ബഹുമാനപ്പെട്ട ശ്രീ രാജീവ് അദ്ദേഹം പറയുന്നത് പോലെ
വെറുതെ വന്ന് ഉദ്ഘാടനം ചെയ്യലല്ലായിരുന്നു. അവിടെ നിങ്ങൾ പത്രമാധ്യമങ്ങൾ കണ്ടു, സ്റ്റേജ് ഇട്ട് കസേരയിട്ട് ബാക്കി 3 കസേരയിട്ട് ആർക്കാർന്നാ 3 കസേര ഇട്ടത് അതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. പിന്നെ അവിടെ ബൊക്ക എല്ലാ അറേഞ്ച്മെന്റ്സ് ചെയ്ത് അതല്ല ഒരു സോളാർ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്താൽ ഉദ്ഘാടനം ചെയ്യാനാണ്, അല്ലാതെ വേറെ ഇതിൽ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതല്ല. അപ്പോൾ അവിടെ പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു മുഖ്യമന്ത്രി വരുമ്പോൾ സ്ഥല MLA വരാനുള്ളത് എൻ്റെ ഒരു അവകാശമാണ്, അത് ജനങ്ങളുടെ അവകാശമാണ്, എന്നെ ജനങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ലാതെ അവിടെ പി രാജീവോ അല്ലെങ്കിൽ മറ്റുള്ള അവർ വന്നതല്ല. അവിടെ എന്നെ സംബന്ധിച്ചോളം അവിടെ MLA എന്ന നിലയിൽ, അവിടെ വ്യക്തിയല്ല MLA എന്ന നിലയിൽ എന്നെ അവിടെ വിളിക്കേണ്ടതായിരുന്നു. അതിൽ പ്രതിഷേധം അറിയിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാന്യമായ ഒരു നിലപാടെടുത്തത് ഞങ്ങൾ അതിനൊക്കെ വളരെയധികം സ്വാഗതം ചെയ്തു. അദ്ദേഹം എടുത്ത തീരുമാനം ഏറ്റവും ഉചിതമായൊരു തീരുമാനമാണെന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. അല്ലാതെ അവിടെ നേരത്തെ കല്ലിട്ടപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ രാജീവിനെ അദ്ദേഹത്തെ അവിടെ വിളിച്ചില്ലെന്നോ അല്ലെങ്കിൽ KP ധർമാനോ, KP ധർമാന അവിടുത്തെ അദ്ദേഹം ഇവിടെ MP ആയിരുന്നു, അല്ലാതെ അവിടെ ആ സ്ഥല MPനെ ആ സമയത്ത് വിളിച്ചു കാണും. അല്ലല്ല, രാജീവ് പറയുന്നത് രാജീവ് ഓപ്റ്റ് ചെയ്തത് എറണാകുളമാണ് രാജ്യസഭാംഗം എന്നുള്ള നിലയിൽ. എനിക്ക് ഓർമ്മയുണ്ട് ഈ DMRCയുടെ വിവാദം വന്ന സമയത്ത് E. ശ്രീധരനെയും DMRCയെയും കൊണ്ടുവരണമെന്ന് ശക്തിയുക്തം വാദിക്കുകയും E. ശ്രീധരനുമായി ചർച്ച നടത്തി ഇങ്ങോട്ടേക്ക് അടുപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നേരത്തെ ശ്രീ അൻവർ സാദത്ത് പറഞ്ഞല്ലോ, ആരാണ് ഈ P. രാജീവ് എന്ന ചോദ്യത്തിന് അത് മറുപടിയല്ലേ? പറയൂ, അൻവറിനോടാണ് ഞാൻ ചോദിക്കുന്നത്. ആരാണ് ഈ P. രാജീവ് എന്നല്ല ചോദിച്ചത്. ഞാൻ പറഞ്ഞത് ഞാൻ ജനപ്രതി എന്ന നിലയിൽ എന്നെ അവിടെ വിളിക്കേണ്ടത് എന്നെ വിളിക്കേണ്ടത് പ്രോട്ടോകോൾ അനുസരിച്ച് വിളിക്കണം അവിടെ. അത് DMRCയുടെ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചില്ല എന്നല്ല. പറഞ്ഞോളൂ അൻവർ സാദത്ത്, കേൾക്കുന്നു. അപ്പോൾ എന്നെ അവിടെ വിളിച്ചില്ല, അതാണ് എന്റെ ആക്ഷേപം. അവിടെ പ്രധാനമന്ത്രിയുടെ പരിപാടി ശനിയാഴ്ച നമ്മുടെ ഏറ്റവും ഒരുപക്ഷെ കേരള രൂപീകരണത്തിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതാണ്. നേരത്തെ ശ്രീ MT രമേശും ചൂണ്ടിക്കാണിച്ചു, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചാൽ അത് ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ. KV തോമസ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്. നിങ്ങൾക്കും ഇതിനകത്ത് ഇടപെടാം. ഇങ്ങനെയൊരു അപാകത അവിടെ സംഭവിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈകാരികമാണ്. പ്രത്യേകിച്ച് E. ശ്രീധരൻ്റെ കാര്യം, വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം കൂടി പറഞ്ഞോളൂ, വേണമെങ്കിൽ PT തോമസിനെയും കൂടി കൂട്ടിച്ചേർക്കാം. ആ നിലയിലുള്ള ഒരു ഇടപെടലിൽ തീർക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഈ വിവാദമൊക്കെ അവസാനിപ്പിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുഖ്യമന്ത്രി തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചുള്ള പ്രതിപക്ഷ നേതാവുമായിട്ടും APC പ്രസിഡന്റുമായിട്ടും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുമായിട്ടും ഞാൻ ബന്ധപ്പെടുകയുണ്ടായി. ഞങ്ങൾ ഈ പരിപാടി വിജയിപ്പിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം ഇത് ഞങ്ങളുടെ കൂടി സംഭാവനയുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ഈ പരിപാടി പൊളിക്കുക എന്നുള്ളതല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി വരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷേ PMO തന്നെ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പാളിപ്പോകുന്നു. ഒന്നാമത് ഈ പരിപാടി തന്നെ മുഖ്യമന്ത്രി 1 മാസം മുമ്പ് ക്ഷണിച്ചതാണ്. ഞാൻ 15 ദിവസം മുമ്പ് ക്ഷണിച്ചത്. അവസാന നിമിഷങ്ങളിലാണ് ഇതിൽ ഓരോന്നും തീരുമാനമെടുക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ശ്രീധരനെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കാനോ ഒന്നും കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷേ മുഖ്യമന്ത്രി, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് മുഖ്യമന്ത്രി കാര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ മുമ്പിൽ കൊണ്ടുവന്നിട്ട് സമയമുണ്ട്, അവർക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയും. ഏതായാലും ഈ പരിപാടി വിജയിക്കണം. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ശരി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശ്രീ PT തോമസ്, കോൺഗ്രസ് ബഹിഷ്കരിക്കുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ പങ്കാളിത്തം ഉണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായും. നാളെ എറണാകുളത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എറണാകുളത്തെ MLA-മാരെയും അതുപോലെ തന്നെ MPയും അതുപോലെ തന്നെ പ്രധാന കോൺഗ്രസ് UDF നേതാക്കളുമായി ഒരു കൂടിയാലോചന നടത്തുന്നുണ്ട്. അതിനുശേഷം എന്താണ് ഈ ഉദ്ഘാടനത്തിനോട് സ്വീകരിക്കേണ്ട നയം എന്ന് പ്രഖ്യാപിക്കും. വളരെ നന്ദി ശ്രീ PT തോമസ്, KV തോമസ്, അൻവർ സാദത്ത്, ഹൈബി ഈഡൻ, P. രാജീവ്, ഇബ്രാഹിം കുഞ്ഞ്, MT രമേശ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ന്യൂസ് നൈറ്റ് ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും നമസ്കാരം.